I am Bijoy Nair, former officer, Food Corporation of India, current affairs new വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ന്യൂസിലേക്ക് പോവാം. ഇന്ത്യ US ഇഞ്ച് ക്ലോസർ ടു ലിമിറ്റഡ് ട്രേഡ് അഗ്രിമെന്റ് എന്ന് പറയുന്നൊരു ന്യൂസ് ആണ് ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇന്ത്യയും US തമ്മിലൊരു ബയലാട്രൽ ട്രേഡ് എഗ്രിമെന്റ് ഉണ്ടാക്കാൻ പോയാണ്. ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് അല്ല, എക്സാക്ട്ലി എല്ലാ അർത്ഥത്തിലും ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയത് ഈ റീസെന്റ് രണ്ട് രാജ്യങ്ങളുമായിട്ടാണ്. ആദ്യം UAE യുണൈറ്റഡ് അറബ് എമിറേറ്റ്സുമായിട്ട് കഴിഞ്ഞ വർഷം ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്, ഒരു സ്വതന്ത്ര വ്യാപാര കരാർ ഉണ്ടാവുന്നു. ഇപ്പൊ അതാ ബ്രിട്ടനുമായിട്ട് നമ്മളൊരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് അനൗൺസ് ചെയ്തു കഴിഞ്ഞു. that will come into force in the next year and only that will come into force. അപ്പം നിങ്ങൾ ടാറ്റയുടെ ഒക്കെ ഇറക്കുമതി ചെയ്യുന്ന കാറുകളായ ജാഗ്വാറിന്റെ, ലാൻഡ് റോവറിന്റെ കാർ വിലകളൊക്കെ ഏതാണ്ട് പകുതിയായിട്ട് കുറേന്നൊക്കെ ഞാൻ ഈ ഇടയ്ക്ക് ഒരു വീഡിയോ ഒക്കെ ചെയ്തായിരുന്നു. അപ്പൊ എന്തായാലും അത്തരത്തിലുള്ളൊരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് അല്ല, ബ്രിട്ടനുമായിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് പോലുള്ള ഒരു എഗ്രിമെന്റ് അല്ല. ബട്ട് ഇറ്റ് ഈസ് എന്താ പറയുക, ഒരു ബിഗിനിങ് ആണ്. ഇതൊരു ജസ്റ്റ് എ ബിഗിനിങ്. നമ്മളുടെ രണ്ട് രാജ്യങ്ങളുടെ ഇടയിലുള്ള താരിഫ് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ടാക്സ് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയും US തമ്മിൽ ഒരു ബയലാട്രൽ ട്രേഡ് അഗ്രിമെന്റ് വരാൻ പോയാണ്. അതിന്റെ ആദ്യത്തെ ഒരു പാർട്ട് ഉടനെ സൈൻ ആവുമെന്നും പറയുന്നുണ്ട്. ഇന്ത്യയുടെ ഇത്തരത്തിലുള്ള നെഗോഷിയേഷൻസ് ഒക്കെ ലീഡ് ചെയ്യേണ്ടത് ഇന്ത്യയുടെ കൊമേഴ്സ് മിനിസ്റ്റർ ആണ്. ബിക്കോസ് ഇറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ടു കൊമേഴ്സ് ഓൺലി. സോ കൊമേഴ്സ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഇസ് റെസ്പോൺസിബിൾ പേഴ്സൺ ടു കോർഡിനേറ്റ് ഓൾ ദീസ് discussions and all. So he is in the US right now to discuss these matters with the counterpart in the USA. അപ്പൊ ഇന്ത്യയുടെ കൊമേഴ്സ് മിനിസ്റ്റർ ആരാണ്? പീയൂഷ് ഗോയലാണ് ഇന്ത്യയുടെ കൊമേഴ്സ് മിനിസ്റ്റർ അല്ലേ. അപ്പൊ അതാണ് ഒരു ന്യൂസ് ആയിട്ടുള്ളത്, അല്ലാതെ വേറെ അവിടെ ഒന്നും പറയാനില്ല. പിന്നെ IRCTC തത്കാൽ ടിക്കറ്റ് ബുക്കിംഗ് വിൽ റിക്വയർ ആധാർ ഫ്രം July 1st. അത് കമ്പൽസറി ആകുമ്പോഴാണ് നമ്മൾ IRCTC സൈറ്റിൽ കയറി നമ്മളുടെ ആധാറുമായിട്ട് അതിന് ആധാർ അതിൽ രജിസ്റ്റർ ചെയ്യണം. എന്നാലേ ഇതിന് തൊട്ട് തത്കാൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ July 1st തൊട്ട്. ഓക്കെ. To ensure equitable access to Tatkal tickets and curb misuse, the Indian Railways on Wednesday announced a series of modifications to the Tatkal ticket booking system. അതുപോലെ ഈ ബൾക്കായിട്ട് ബുക്കിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഏജൻസീസിന് ആദ്യത്തെ അരമണിക്കൂർ തത്കാൽ ബുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരാൻ പോയ അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ന്യൂ പ്രൊവിഷൻസ് ഇൻക്ലൂഡ് ആധാർ ബേസ്ഡ് ഓതന്റിക്കേഷൻ ആസ് എ പ്രീ റിക്വസ്റ്റ് ഫോർ ഓൺലൈൻ തത്കാൽ ബുക്കിംഗ്. അപ്പൊ നമ്മൾ ആധാർ ബേസ്ഡ് ഓതന്റിക്കേഷൻ വെച്ചായിരിക്കും തത്കാൽ ബുക്കിങ്ങിന് ഫ്യൂച്ചറിൽ നടക്കാൻ പോണത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആധാർ IRCTC രജിസ്റ്റർ ചെയ്യേണ്ടി വരും. ഓക്കെ. അപ്പൊ അതൊരു ന്യൂസ് ആയിട്ടുണ്ട്. അത് പക്ഷേ അതൊരു കറണ്ട് അഫയേഴ്സ് ന്യൂസ് എന്നുള്ളതിനപ്പുറം നമ്മളെ ജനറൽ പബ്ലിക് അറിഞ്ഞിരിക്കേണ്ട ന്യൂസ് ആണ്. ബിക്കോസ് ഓൾ ഓഫ് അസ് ആർ യൂസിങ് railway ticket booking system and we are also using this Tatkal facility when we are in emergency to go to some other places. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ ആധാർ രജിസ്ട്രേഷനൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നില്ലെങ്കിൽ ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അറിഞ്ഞിരിക്കുക. പിന്നെ താഴോട്ട് വരുമ്പോ on the 11th anniversary of Modi government list out achievements plans for youth എന്നൊക്കെ ഒരു ന്യൂസ് ആണ്. അപ്പൊ അത് നരേന്ദ്രമോദി ഗവൺമെന്റ് ഈ 11 വർഷം കംപ്ലീറ്റ് ചെയ്തു. ഇന്ത്യയിൽ ആദ്യത്തെ 2 ടൈം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ട് തേർഡ് ടൈം സ്റ്റാർട്ട് ചെയ്തു. അതിൽ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തു. സോ അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ആണ്. ഇന്ത്യയുടെ യൂണിയൻ മിനിസ്റ്റർ അശ്വനി വൈഷ്ണവ് ഗവൺമെന്റിന്റെ അച്ചീവ്മെന്റ്സ് ഒക്കെ ജേർണലിസ്റ്റുകളുടെ മുന്നിൽ വയ്ക്കുന്ന ഒരു ഫോട്ടോ ആണിത്. ബിക്കോസ് ഹീസ് ദ മിനിസ്റ്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ഓൾസോ. സോ അദ്ദേഹമാണ് അത് ചെയ്യേണ്ടത്. അപ്പോ അവിടെ ആ ന്യൂസ് ഉണ്ട്. അപ്പം മോദിയുടെ അച്ചീവ്മെന്റ്സ് ചിലതൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ. ജൻധൻ യോജനയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ജൻധൻ യോജന എന്താണ്? ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എൻഷുർ ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്ന ഒരു സ്കീമാണ് ജൻധൻ യോജന എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വേർഡിന്റെ ആ ഒരു നെയിമിന്റെ മീനിങ് അറിഞ്ഞിരിക്കണം. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാല് ബാങ്കിങ് സർവീസസ് അറ്റ് അഫോർഡബിൾ കോസ്റ്റ് ടു ഓൾ. എല്ലാവർക്കും ബാങ്കിങ് സർവീസസ് അഫോർഡബിൾ കോസ്റ്റിൽ. അതാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എൻഷുർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്തോടെ എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് കൊടുക്കണം. അപ്പൊ ബാങ്ക് അക്കൗണ്ട് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്ത ഒരു സ്കീമാണ് ജൻധൻ യോജന, പ്രധാനമന്ത്രി ജൻധൻ യോജന എന്ന് പറയുന്നത്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ പ്രോഗ്രാം എന്നുള്ള പേരിൽ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം പിടിച്ച സ്കീമാണ്. ഓക്കെ. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഇത് പറയുന്നുണ്ട്. ഞാൻ ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് അതിലേക്ക് പോകുന്നില്ല. വേറൊരു കാര്യം, ഞാൻ കറണ്ട് അഫയേഴ്സ് ഇപ്പൊ മോർണിംഗിൽ എടുക്കാൻ എനിക്ക് സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാനിപ്പോ ഈവനിങ്ങിലായത് ഇപ്പം റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിന് എനിക്ക് പേഴ്സണലി കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അതുകൊണ്ടാണ് എനിക്ക് മോർണിംഗിൽ എടുക്കാൻ പറ്റാത്തത്. അപ്പൊ അത് തൽക്കാലത്തേക്ക് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ. അപ്പൊ എന്തായാലും അടുത്തത് സ്റ്റേറ്റ്സ് പേജിലേക്ക് പോവാം. സ്റ്റേറ്റ്സ് പേജിലേക്ക് പോകുമ്പോൾ
കർണാടകത്തിലെ കാസ്റ്റ് സെൻസസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാസ്റ്റ് സർവേ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഉണ്ട്. കർണാടകം 2018 കാസ്റ്റ് കൗണ്ട് കൺക്ലൂഡ് ചെയ്ത സ്റ്റേറ്റ് ആണ്. ബട്ട് സ്റ്റിൽ നൗ ദ ഗവൺമെന്റ് ഓഫ് കർണാടക is not able to publish the findings of that survey. അപ്പൊ അതിൻ്റെതായ പല റീസൺസും ഉണ്ട്. അപ്പൊ എന്തായാലും അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. എന്തായാലും കർണാടകത്തിൽ ഒരു കാസ്റ്റ് സെൻസസ് നടന്നിരുന്നു. അപ്പൊ ഇത് അവിടെ വീണ്ടും സെൻസസ് നടത്താൻ പോയാണ്. കാസ്റ്റ് സെൻസസ് ഓൾറെഡി നടത്തിയ എക്സർസൈസ് ആണ്. അതിനുവേണ്ടി എത്ര കോടി ചെലവാക്കി നമ്മൾ ഊഹിക്കാവുന്നേ ഉള്ളൂ ഒരു സ്റ്റേറ്റിൽ സെൻസസ് നടത്തുന്നതിന്. പക്ഷെ വീണ്ടും അവിടെ സെൻസസ് നടത്താൻ പോകുന്നു. അത് ഭരിച്ചവരുടെ സെൻസസ് നടത്തിയവരുടെ കയ്യിരിപ്പ് കൊണ്ടാണ് ഇത് വീണ്ടും നടത്തേണ്ടി വരുന്നത്. പക്ഷെ എന്തായാലും ഇതിന്റെയൊക്കെ ആവശ്യം ഇനി ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ. കാരണം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈസ് ഗോയിങ് ടു കണ്ടക്ട് എ നേഷൻ വൈഡ് കാസ്റ്റ് സെൻസസ് ഫോർ ദ ഫസ്റ്റ് ടൈം ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. ഇന്ത്യ ഈസ് യൂസിങ് 1931 based caste census for giving benefits to the OBC people in India. Other backward caste ഇപ്പൊ റിസർവേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് 1931 when British people were ruling India, they conducted a caste census, a comprehensive caste census in 1931. അപ്പോൾ now after getting independence, India is going to witness the first national level caste census. That will happen in 2026 end or 2027. അപ്പം അത് നടക്കാൻ പോകുമ്പോൾ പിന്നെ എന്തിനാണ് ഈ സ്റ്റേറ്റ് ലെവലിൽ എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഈ പരിപാടി കാണുന്നത് വെറുതെ വീണ്ടും പൈസ കളയുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും അങ്ങനെ ഒരു ന്യൂസ് ഉണ്ട്. കർണാടകത്തിന്റെ ചീഫ് മിനിസ്റ്റർ നിങ്ങൾക്ക് അറിയാം, സിദ്ധരാമയ്യാണ്. സിദ്ധരാമയ്യ കർണാടകത്തിന്റെ ചീഫ് മിനിസ്റ്റർ. താഴോട്ട് വരുമ്പോ ദേവേന്ദ്ര ഫട്നാവിസിന്റെ ഫോട്ടോ കാണാം. ദേവേന്ദ്ര ഫട്നാവിസ് ആരാണ്? മഹാരാഷ്ട്രയുടെ ചീഫ് മിനിസ്റ്റർ ആണ് ദേവേന്ദ്ര ഫട്നാവിസ്, മഹാരാഷ്ട്രയുടെ ചീഫ് മിനിസ്റ്റർ. പിന്നെ വെസ്റ്റ് ബംഗാളിന്റെ ചീഫ് മിനിസ്റ്റർ മമതാ ബാനർജിയുടെ ഫോട്ടോയും നിങ്ങൾക്ക് ഇവിടെ കാണാം, വെസ്റ്റ് ബംഗാളിന്റെ ചീഫ് മിനിസ്റ്റർ. പിന്നീട് വേറെ ഒന്നുമില്ല, പേജിൽ വേറെ ഒന്നും പറയാനില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോ ഒരു കറപ്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ്. എന്നാലും അതിലൊരു കാര്യം പറയാനുണ്ട്. കാലേശ്വരം സ്കാം എന്ന് പറഞ്ഞാണ് ഇതിന്റെ അകത്ത് പറഞ്ഞേക്കുന്നത്. ഇത് തെലങ്കാനയിലുള്ള ഒരു ലിഫ്റ്റ് ഇറിഗേഷൻ പ്രോജക്റ്റ് ആണ്. കാലേശ്വരം, KALESHWARAM. തെലങ്കാനയിലുള്ള വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ലിഫ്റ്റ് ഇറിഗേഷൻ പ്രോജക്ട്സ് ഇൻ ദ വേൾഡ് ആണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ലിഫ്റ്റ് ഇറിഗേഷൻ പ്രോജക്റ്റ് ആണ് കാലേശ്വരം പ്രോജക്ട് എന്ന് പറയുന്നത്. ദാറ്റ് വാസ് ഡൺ in Telangana during the reign of K. Chandrasekhar Rao. When K. Chandrasekhar Rao was the chief minister of Telangana, that was constructed in the state of Telangana, ആ കാലേശ്വരം പ്രോജക്ട്. പക്ഷെ അതിൻ്റെ അത് വലിയ അഴിമതി നടന്നെന്നാ പറഞ്ഞു. ഇപ്പൊ അതിനെ കുറിച്ചുള്ള അന്വേഷണം നടക്കുക. അപ്പൊ എന്തായാലും നിങ്ങൾ അതൊന്നും അറിയേണ്ട. കാലേശ്വരം എന്ന് പറയുന്ന ലിഫ്റ്റ് ഇറിഗേഷൻ പ്രോജക്ട് എവിടെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? അത് തെലങ്കാനയിലാണ്. പിന്നെ ജഗന്നാഥ് ടെമ്പിളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഉണ്ട്. ജഗന്നാഥ് ടെമ്പിൾ എവിടെയാണ്? പുരിയിലല്ലേ ജഗന്നാഥ് ടെമ്പിൾ? അറിയാലോ എല്ലാവർക്കും. പുരി എവിടെയാണ്? ഒഡീഷയിലാണ്. ഒഡീഷയിലെ പുരിയിലെ ശിവന്റെ ടെമ്പിൾ ആണ് ജഗന്നാഥ് ടെമ്പിൾ എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഹിന്ദു ടെമ്പിൾസിൽ ഒരെണ്ണം ആണ് എന്നും നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഓക്കെ, ഇപ്പൊ ഇത്രയാണ് ഈ പേജിലുള്ള ന്യൂസ്. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോ ഇല്ല, ഈ പേജിൽ വേറെ വലിയ ന്യൂസുകളൊന്നുമില്ല. നമുക്ക് അതിനടുത്ത പേജിലേക്ക് പോകാം. അതിനടുത്ത പേജിൽ പോകുമ്പോൾ എഡിറ്റോറിയൽ പേജാണ്. എഡിറ്റോറിയൽ പേജിൽ ഇന്നത്തെ 2 എഡിറ്റോറിയൽസും നല്ല 2 എഡിറ്റോറിയൽസ് ആണ്. അത് അങ്ങനെ വായിച്ചാൽ മനസ്സിലാവാത്ത എഡിറ്റോറിയൽ അല്ല. ഇത് കാനഡ എന്ന് പറയുന്ന രാജ്യം G7 കൺട്രിയാണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണിത്. G7 ഗ്രൂപ്പ് ഓഫ് 7 നേഷൻസിലെ ഉള്ള രാജ്യമാണ് കാനഡ. ഇപ്പൊ G7 എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വേൾഡിന്റെ GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിന് ലോകത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ 30% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ 7 നേഷൻസ് ആണ്. G7 നേഷൻസ്. ആൻഡ് ദീസ് 7 നേഷൻസ് ആർ ദ വേൾഡ്സ് മോസ്റ്റ് ഡെവലപ്ഡ്, എക്കണോമിക്കലി മോസ്റ്റ് ഡെവലപ്ഡ് നേഷൻസ്. USA, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ, ഇറ്റലി, കാനഡ. USA, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ, ഇറ്റലി, കാനഡ. ഇതിന് മീറ്റിംഗ് ഓരോ വർഷവും ഓരോ രാജ്യത്ത് വെച്ച് നടക്കും. G7 രാജ്യങ്ങൾ ഒരിടത്ത് വെച്ചായിരിക്കും നടക്കുന്നത്. ഇപ്രാവശ്യം കാനഡയിലെ ആൽബർട്ട എന്നൊരു സ്ഥലത്ത് വെച്ചാണ് ഈ മീറ്റിംഗ് നടക്കുന്നത്. കാനഡയിലെ ആൽബർട്ട എന്നൊരു സ്ഥലത്ത് വെച്ച്. Even if India is not a member of G7, Indian Prime Minister or Indian Prime Minister തെറ്റാണ്. India used to get invitation to participate in the G7 summit, and for the last 6 years, Indian Prime Minister is continuously attending all the G7 summits. But this time, since the
G7 meeting is going to be conducted in Canada, there was a doubt whether India will get a formal invitation or not. കാരണം ഇത് ഇൻവിറ്റേഷൻ കിട്ടേണ്ട സമയവും കഴിഞ്ഞായിരുന്നു, പക്ഷെ സ്റ്റിൽ ഇന്ത്യ ഇൻവിറ്റേഷൻ ഒന്നും കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് ഇപ്പോഴത്തെ ഗവൺമെന്റിനെ അതിന്റെ പേര് കളിയാക്കുകയും ക്രിട്ടിസൈസ് ചെയ്യുകയും ചെയ്തിരുന്നു. കാരണം മോദിക്ക് ഇവർ കാനഡ ഇൻവിറ്റേഷൻ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ പെട്ടെന്ന് കാനഡയുടെ പ്രൈം മിനിസ്റ്റർ മാർക്ക് കാർണി, കാനഡയുടെ പ്രൈം മിനിസ്റ്റർ ആരാണ്? മാർക്ക് കാർണി. സ്പെല്ലിംഗ് ചിലപ്പോൾ ഇതെങ്ങനെ ആയിരിക്കും, ഇതിൽ നിങ്ങൾ നോക്കിക്കോളാം സ്പെല്ലിംഗ് എന്താണെന്ന്. മാർക്ക് കാർണി അല്ല, സി ആണ്, കാർണിയുടെ സ്പെല്ലിംഗ് സി ആണ്. മാർക്ക് കാർണി പേഴ്സണലി പ്രൈം മിനിസ്റ്റർ മോദിയെ ഫോണിൽ വിളിക്കുകയും അദ്ദേഹത്തിന് G7 മീറ്റിംഗിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയും ചെയ്യാണ്. അപ്പൊ ആ G7 മീറ്റിംഗിലേക്കുള്ള ഇൻവിറ്റേഷൻ മോദി വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. അദ്ദേഹം സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി X വഴി അത് വെളിപ്പെടുത്തുകയും ചെയ്യാണ്. അപ്പൊ ആ ഒരു സംശയമെല്ലാം മാറി. അപ്പൊ എന്തുകൊണ്ട് കാനഡയുടെ ഈ പറഞ്ഞ മീറ്റിംഗിലേക്ക് ആദ്യം വിളിക്കാൻ ഒരു ഹെസിറ്റേഷൻ ആ രാജ്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി കാണുന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതിന്റെ കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാനഡയിൽ ഒരു സബ്സ്റ്റാൻഷ്യൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് സിഖ് പോപ്പുലേഷൻ ആണ്. ആ സിഖ് പോപ്പുലേഷനിൽ വലിയ ഒരു വിഭാഗത്തിന് ആന്റി ഇന്ത്യ ഫീലിംഗ് ഉണ്ട്. ഒരു ഖാലിസ്ഥാൻ വാദികളാണ്. സെപ്പറേറ്റ് ആയിട്ട് ഈ പഞ്ചാബ് എന്ന് പറഞ്ഞ ഇന്ത്യയിലെ സ്റ്റേറ്റിന് ഒരു രാജ്യമാക്കി ഖാലിസ്ഥാൻ എന്നുള്ള പേര് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവർ വളരെ ആന്റി ഇന്ത്യ പ്രവർത്തനങ്ങൾ അവിടെ നടത്തുന്നുണ്ട്. അപ്പൊ അതില് ഒരു ഈ ഖാലിസ്ഥാൻ ലീഡർ ആയിരുന്ന നിജാർ എന്ന് പറയുന്ന സിഖുകാരൻ, പക്ഷെ അയാൾ ഇപ്പൊ കനേഡിയൻ സിറ്റിസൺ, അവിടെ വെച്ച് കൊല്ലപ്പെടുകയാണ്. അൺഐഡന്റിഫൈഡ് ആയിട്ടുള്ള ഗൺമെൻ അയാളെ കൊല്ലുകയാണ്. അപ്പൊ അത് ഇന്ത്യയുടെ ഹോം മിനിസ്റ്ററായ അമിത് ഷായുടെ നിർദ്ദേശപ്രകാരമാണെന്ന് അന്നത്തെ കനേഡിയൻ പ്രൈം മിനിസ്റ്ററായ ജസ്റ്റിൻ ട്രൂഡോ ആരോപിക്കുകയാണ്. പക്ഷെ ഇന്ന് വരെ അതിനുള്ള എവിഡൻസ് കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ലെന്നും ഈ എഡിറ്റോറിയൽ പറയുന്നുണ്ട്. അത് ഇന്ത്യയും കാനഡയുള്ള ബന്ധം വളരെ മോശമാക്കുന്നു. ആ പരസ്പരം രണ്ട് രാജ്യത്തിന്റെയും എംബസികളിലെ ഉദ്യോഗസ്ഥന്മാരെ പുറത്താക്കുന്നതിലേക്ക് വരെ അത് എത്തുകയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നീട് ആ പുറത്താക്കിയവരെ തിരിച്ച് റീഇൻസ്റ്റേറ്റ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പൊ കാനഡയിലെ വലിയൊരു വോട്ട് ബാങ്ക് ആണ് ഈ പറഞ്ഞ സിഖ് പോപ്പുലേഷൻ. അപ്പൊ അവരെ ഇഗ്നോർ ചെയ്തുകൊണ്ട് അവിടുത്തെ പല ഗവൺമെന്റുകൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം അവരുടെ നിലനിൽപ്പ് എല്ലാവർക്കും വോട്ടല്ലേ വേണ്ടത്. അതുകൊണ്ടാണ് ഇന്ത്യയും കാനഡയായിട്ടുള്ള ബന്ധം മോശമായി നിൽക്കാൻ കാരണം. പക്ഷേ സ്ഥിരമായിട്ട് ഇന്ത്യയെ G7 മീറ്റിംഗിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. അപ്പൊ ഇപ്പൊ ഇൻവൈറ്റ് ചെയ്തിരുന്ന ഉണ്ടാവുന്ന ഒരു എംബാരസിംഗ് സിറ്റുവേഷൻ ഫോർ ബോത്ത് ദീസ് കൺട്രീസ്, ഫോർ ഇന്ത്യ ആൻഡ് ഫോർ ദ ഹോസ്റ്റ് കൺട്രി കാനഡ. അത് ഫസ്റ്റ് കാര്യം. രണ്ടാമത്തെ കാര്യം, G7 മെമ്പർ കൺട്രീസിൽ കാനഡ ഒഴിച്ച് ബാക്കി ഓൾ കൺട്രീസ് ആർ മേക്കിംഗ് സ്ട്രോങ് ടൈസ് വിത്ത് ഇന്ത്യ റീസെന്റ്. ജപ്പാൻ നോക്കിയാലും, ബ്രിട്ടൻ ഇപ്പൊ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഉണ്ടാക്കിയതേ ഉള്ളൂ. ഇറ്റലിയുടെ പ്രൈം മിനിസ്റ്റർ ജോർജിയ മെലോണിക്ക് പേഴ്സണൽ റിലേഷൻഷിപ്പ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററുമായിട്ടുണ്ട്. US അതുപോലെ എല്ലാ മേഖലയിലും ഇന്ത്യയായിട്ട് സഹകരിക്കുന്നു. അപ്പൊ അവർക്ക് അവിടെ G7 മീറ്റിംഗിൽ വേൾഡിലെ 4th ലാർജസ്റ്റ് എക്കോണമിയായി ഇന്ത്യ അവിടെ വേണം. ബിക്കോസ് G7 മീറ്റിംഗിൽ മെയിൻലി ഡിസ്കഷൻ നടക്കുന്ന എക്കണോമിക് ആസ്പെക്ട്സിനെ കുറിച്ചാണ്, വേൾഡിലെ ഗ്രോത്ത് ആസ്പെക്ട്സിനെ കുറിച്ചൊക്കെ. സോ ദ വേൾഡ്സ് 4th largest economy, India should present in that meeting. So all these G7 countries except Canada were of very much interested in participating in the meeting with India. അപ്പൊ ഇന്ത്യയും കൂടെ ചേർന്ന് ആ മീറ്റിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നാണ് അവർക്ക് അവരുടെ എല്ലാവരുടെയും താല്പര്യം എന്ന് പറയുന്നത്. അപ്പം they forced Canada to change their mind and they compel Canada to invite India to the meeting എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. അപ്പൊ എന്തായാലും G6 രാജ്യങ്ങൾ, ഈ G7 കാനഡ ഒഴിച്ചുള്ള രാജ്യങ്ങൾ ഇന്ത്യയെ അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാനഡയുടെ മുകളിൽ സമ്മർദ്ദം ചെലുത്തി കാണാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇനി ഇന്ത്യയുടെ കാനഡയുടെ ഇടയിലുള്ള റിലേഷൻഷിപ്പ് ഒരു റീസെറ്റിംഗ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. കാരണം ഇപ്പൊ ഈവൻ ഇഫ് ദർ ഈസ് some problems between India and Canada in their relationship, in their diplomatic relationship, there is strong people-to-people contact between both these countries. Around 18 lakhs of Indians are living in Canada, either as citizens or as students. And one of the most preferred destinations for Indian students among the foreign countries is Canada only. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഇന്ത്യ കാനഡ പീപ്പിൾ ടു പീപ്പിൾ കോണ്ടാക്ട് വളരെ സ്ട്രോങ് ആണ്. അപ്പം അതെല്ലാം കൺസിഡർ ചെയ്യുമ്പോൾ ഇന്ത്യ കാനഡയുടെ ഇടയിലുള്ള റിലേഷൻഷിപ്പ് ഇപ്പം മിക്കവാറും ഈ മീറ്റിങ്ങോട് കൂടി ചെറിയ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും, ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഒന്നും ഉണ്ടായില്ലെങ്കിലും. അപ്പോ അതാണ് രണ്ടാമത്തെ കണക്ടിങ് ബ്രിഡ്ജ് എന്ന് പറയുന്ന രണ്ടാമത്തെ എഡിറ്റോറിയൽ.
ഈ കണക്റ്റിംഗ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞ രണ്ടാമത്തെ എഡിറ്റോറിയല് ഇപ്പോ ഇന്ത്യ എന്ന് പറയുമ്പോൾ കന്യാകുമാരി ടു കാശ്മീർ എന്ന് പറയുന്നൊരു ചൊല്ലുണ്ട്. കന്യാകുമാരി ടു കാശ്മീർ, അത് ഇന്ത്യയുടെ ജിയോഗ്രഫിക്കൽ സ്പ്രെഡിനെ ചൂണ്ടിക്കാണിക്കാനാണ് ആ ഒരു പറച്ചില് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ വടക്കേയറ്റം കാശ്മീർ, ഇന്ത്യയുടെ തെക്കേയറ്റം തമിഴ്നാട്ടിലെ കന്യാകുമാരി. ഇപ്പൊ ഈ കന്യാകുമാരി കാശ്മീരിനെയും കണക്ട് ചെയ്യാൻ ഇനി മുതൽ പറ്റും റെയിൽവേ ലിങ്ക് ഒക്കെ വഴി. കാരണം ഇന്ത്യയിൽ 28 വർഷമായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു റെയിൽ ലിങ്ക് പ്രോജക്റ്റ് കഴിഞ്ഞ ആഴ്ച കംപ്ലീറ്റ് ആയി. ഉധംപൂർ ബരാമുള്ള ശ്രീനഗർ റെയിൽ ലിങ്ക്. ഉധംപൂർ ബരാമുള്ള ശ്രീനഗർ റെയിൽ ലിങ്ക് ഇത് വന്നതോടുകൂടി ശ്രീനഗറിലേക്ക് ഇപ്പൊ അത് ഇനാഗുറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ശ്രീനഗറിലേക്ക് വൈഷ്ണോ ദേവി ടെമ്പിൾ നിൽക്കുന്ന പിന്നീട് അത് ജമ്മുവിലാണ്. ജമ്മുവിലെ റെയിൽവേ സ്റ്റേഷന്റെ പേരുണ്ട്, ഞാൻ ആ പേരങ്ങ് മറന്നു, ഞാൻ ഈ ഇടയ്ക്ക് വായിച്ചതാണ്. ജമ്മുവിലെ ഈ വൈഷ്ണോ ദേവി ടെമ്പിൾ നിൽക്കുന്ന ആ ഒരു കത്ര അങ്ങനെ എന്തോ ആണ്, കത്ര എന്നാണെന്ന് എന്റെ ഓർമ്മ. ആ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ശ്രീനഗർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു വന്ദേ ഭാരത് ട്രെയിൻ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഫ്ലാഗ് ഓഫ് ചെയ്തുകൊണ്ടാണ് ഈ ശ്രീനഗറിനെ ഇന്ത്യൻ റെയിൽവേ ഭൂപടത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഇനിയിപ്പോ കുറച്ച് കൂടെ കഴിയുമ്പം ഡൽഹിയിൽ നിന്നൊരു വന്ദേ ഭാരത് ട്രെയിൻ ശ്രീനഗറിലേക്ക് ഇനാഗുറേറ്റ് ചെയ്യും. യഥാർത്ഥ 24 മണിക്കൂറാണ് ഡൽഹിയിൽ നിന്ന് ശ്രീനഗർ വരെ പോകാൻ ഇപ്പോൾ എടുക്കുന്ന സമയം. അത് വെറും 13 hours ആയിട്ട് കുറയും ഈ ഒരു ഇത് വന്നതോടുകൂടി. അപ്പൊ ഈ പറഞ്ഞ ഉധംപൂർ ശ്രീനഗർ ബരാമുള്ള റെയിൽ ലിങ്ക് അതത്ര ഈസി അല്ലായിരുന്നു ഉണ്ടാക്കുക. 28 വർഷം എടുത്തെന്ന് പറയുന്നത്. 28 വർഷമൊന്നും വേണ്ട, അത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ ഒരു കയ്യിരിപ്പും കൂടെ കൊണ്ടാണ് 28 വർഷമൊക്കെ എടുക്കുന്നത്. ഇത്രയും വേണ്ട. പക്ഷെ സ്റ്റിൽ ഇറ്റ് ഈസ് എ വെരി വെരി difficult task to complete that rail link project because this is in the Himalayan region. അപ്പൊ നമുക്ക് ഒരുപാട് തുരങ്കങ്ങൾ ഉണ്ടാക്കേണ്ടി വരുന്നത്. ഇവിടെ കണ്ടില്ലേ, ചെനാബ് റെയിൽ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ റെയിൽ ബ്രിഡ്ജ് തന്നെ ഉണ്ടാക്കി ദാറ്റ് ഈസ് വൺ ഓഫ് ദ എഞ്ചിനീയറിംഗ് മാർവൽസ് ഇൻ ദ വേൾഡ്. ഈ ചെനാബ് റെയിൽ ബ്രിഡ്ജ് ചെനാബ് റിവറിന്റെ മുകളിലാണ്. അത് ലോകത്തിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ റെയിൽവേ ഓവർ ബ്രിഡ്ജ് ആണ്. അത് നമ്മളുടെ ഐഫൽ ടവർ ഉണ്ടല്ലോ പാരീസില്, അതിനേക്കാളും 35 മീറ്റർ ടോളറാണ്. അതിന്റെ ടോട്ടൽ ഹൈറ്റ് 359 മീറ്റർ ആണ് റിവർ ബെഡിൽ നിന്ന്. അതിന്റെ സ്പാൻ എന്ന് പറഞ്ഞാൽ 1315 മീറ്റർ ആണ്. അപ്പം ഇത് 120 വർഷത്തേക്ക് നിലനിൽക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന്റെ കൂടെ അഞ്ചിഘട്ടം എന്ന് പറഞ്ഞ വേറൊരു ബ്രിഡ്ജ് ഉണ്ടാക്കി. അത് ഇന്ത്യയിലെ ഫസ്റ്റ് കേബിൾ സ്റ്റേഡ് റെയിൽവേ ബ്രിഡ്ജാണ്. പൂർണ്ണമായിട്ട് കേബിളിലാണ് ആ ബ്രിഡ്ജ് നിൽക്കുന്നത്. അത് ഈ റിവർ ബെഡിനെക്കാളും 331 മീറ്റർ ഉയരത്തിലാണ്. അതിന്റെ സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ 725 മീറ്റർ ആണ്. അത് 96 കേബിൾസിലാണ് നിൽക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള എഞ്ചിനീയറിംഗ് വിസ്മയങ്ങൾ ഇതിന്റെ ഇടയിൽ ഉണ്ടാക്കേണ്ടി വന്നു. 8200 മെട്രിക് ടൺസ് ഓഫ് സ്ട്രക്ചറൽ സ്റ്റീലാണ് ഇതിന്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. മൊത്തം ഈ റെയിൽവേ ലിങ്ക് ഉധംപൂർ ശ്രീനഗർ ബരാമുള്ള ലിങ്കിന്റെ മൊത്തത്തിലുള്ള കോസ്റ്റ് 43,780 കോടിയാണ്. 43,780 crores ആണ്. എന്ന് ആലോചിക്കണം, അത്രയും ഒരു സ്റ്റാഗറിംഗ് എമൗണ്ടിലാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തേക്കുക. ഇത് മൗണ്ടൻസ് ഞാൻ പറഞ്ഞു ഹിമാലയൻ റീജിയനിലാണെന്ന് പറഞ്ഞു. 36 ടണൽസ് ആണ് ഈ മൗണ്ടൻ തുറന്നുണ്ടാക്കേണ്ടി വന്നത്. 36 ടണൽസ്, മൊത്തം 943 ബ്രിഡ്ജസ്. എന്ന് ആലോചിക്കണം എന്ത് ഡിഫിക്കൽട്ട് ആയിരുന്നിരിക്കണം അതിന്റെ കൺസ്ട്രക്ഷൻ. 119 കിലോമീറ്റേഴ്സിൽ 943 ബ്രിഡ്ജസ്, 36 ടണൽസ്, ഇതെല്ലാം ഉണ്ടാക്കിയാണ് ഇത് കംപ്ലീറ്റ് ചെയ്തത്. അപ്പൊ അത്രയും നമ്മളിത് ചെയ്തു കാശ്മീരിനെ ഇന്ത്യയുടെ മെയിൻ ലാൻഡിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോ ഞാൻ പറഞ്ഞ വന്ദേ ഭാരത് ട്രെയിൻ മോദി ഇനാഗുറേറ്റ് ചെയ്തു ബിറ്റ്വീൻ ഖത്ര എന്ന് പറഞ്ഞാൽ ജമ്മുവിലാണ്. അതുപോലെ ശ്രീനഗറുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട്. പിന്നെ ഇനിയിപ്പോ നാഷണൽ ക്യാപിറ്റൽ ഡൽഹിയിൽ നിന്ന് പുതിയ വന്ദേ ഭാരത് ട്രെയിൻ അങ്ങോട്ടേക്ക് പോകുന്നു. 24 മണിക്കൂർ വേണ്ട സമയത്ത് 13 മണിക്കൂർ മതിയാവും. അപ്പൊ ഇനി ഇന്ത്യയുടെ നമ്മളെ കാശ്മീരിൽ നമുക്ക് കന്യാകുമാരി നിന്ന് കാശ്മീർ വരെ ട്രെയിനിൽ പോകാൻ പറ്റും. അപ്പൊ എന്തായാലും ഈ ഡെവലപ്മെന്റ് കൊടുക്കുമ്പോഴായിരിക്കും എപ്പോഴും ഈ വിഘടനവാദം, സെപ്പറേറ്റിസം ഒക്കെ കുറയുന്നത്. കാശ്മീർ ജനതയുടെ ഹൃദയത്തെ നമ്മളുടെ ഇന്ത്യൻ ജനതയുടെ ഹൃദയവുമായി, കാശ്മീരും ഇന്ത്യ തന്നെ ഞാൻ പറഞ്ഞ മുമ്പ് കാശ്മീരിൽ ഒരു വലിയൊരു സെപ്പറേറ്റിസം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ കാശ്മീർ ജനതയുടെ ഹൃദയത്തെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് കൂട്ടിച്ചേർക്കുക, മറ്റ് സംസ്ഥാനങ്ങളുടെ ഹൃദയവുമായിട്ട് കൂട്ടിച്ചേർക്കാൻ ഈ ഒരു പ്രൊജക്ട് വഴി കഴിയും. പഹൽഗാം ടെറർ അറ്റാക്ക് ഉണ്ടായതിനു ശേഷം ഉടനെയാണ് ഈ ഒരു വലിയൊരു ഡെവലപ്മെന്റ് പ്രോജക്ട് കാശ്മീരിൽ ഉണ്ടാവുന്നത് എന്നുള്ളതും വളരെ സന്തോഷകരമാണ്. ഇതൊക്കെയാണ് ഈ എഡിറ്റോറിയലിനകത്തുള്ളത്. ഇപ്പൊ ഈ 2 എഡിറ്റോറിയലും വായിക്കുക, നല്ല 2 എഡിറ്റോറിയൽസ് ആണ്.
പിന്നെ ഇന്നത്തെ ഹിന്ദുവില് വേറൊരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത് റീകൗണ്ടിങ് വേൽപൂർ സ്റ്റോറി ഇൻ എൻഡിങ് ചൈൽഡ് ലേബർ എന്ന് പറഞ്ഞ ഒരു ന്യൂസ് ആണ്. ന്യൂസ് അല്ല, ഒരു ആർട്ടിക്കിൾ ആണ്. ഇത് വായിച്ചു നോക്കുക. ഇത് വായിച്ചു നോക്കുക എന്ന് പറഞ്ഞാൽ ഡെയിലി ഒരു 2-3 ആർട്ടിക്കിൾസ് ഹിന്ദുവിൽ സെലക്ട് ചെയ്ത് വായിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതില് ഈ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഉണ്ട്. ജൂൺ 12 ആണെന്ന് എല്ലാവർക്കും അറിയാം. ഈ ജൂൺ 12 എന്ന് പറഞ്ഞാൽ വേൾഡ് ഡേ അഗൈൻസ്റ്റ് ചൈൽഡ് ലേബർ ആണ്. വേൾഡ് ഡേ അഗൈൻസ്റ്റ് ചൈൽഡ് ലേബർ ആണ് ജൂൺ 12. വേൾഡ് ഡേ അഗൈൻസ്റ്റ് ചൈൽഡ് ലേബർ. അപ്പൊ ഈ ചൈൽഡ് ലേബർ ഓൾറെഡി ഇന്ത്യയിൽ ബാൻഡ് ആണല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ അകത്ത് ആർട്ടിക്കിൾ 24 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എവിടെ തൊട്ട് എവിടം വരെയാണ്? ആർട്ടിക്കിൾ 12 തൊട്ട് 35 വരെയാണ്. ആർട്ടിക്കിൾ 12 തൊട്ട് 35 വരെ. അതിന്റെ അകത്ത് ആർട്ടിക്കിൾ 24ന്റെ അകത്ത് എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ് ഈ പറഞ്ഞ പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് ലേബർ എന്ന് പറയുന്ന സംഭവം. ചൈൽഡ് ലേബർ ഇന്ത്യയിൽ നിയമം മൂലം നിരോധിച്ചിട്ടുണ്ട് അതിനുശേഷം. പക്ഷെ അങ്ങനെയാണെങ്കിലും ഇപ്പോഴും ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് കുട്ടികൾ ചൈൽഡ് ലേബറിൽ എൻഗേജ് ചെയ്യുന്നു എന്നാ പറയുന്നത്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിലെ പല രാജ്യങ്ങളിലും മില്യൺസ് ഓഫ് കുട്ടികൾ ചൈൽഡ് ലേബറിൽ ഉണ്ട്. 14 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഹസാർഡസ് ആയിട്ടുള്ള എൻവയോൺമെന്റുകളിൽ ജോലി ചെയ്യുന്നതിനാണ് ചൈൽഡ് ലേബർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ചൈൽഡ് ലേബറിലേക്ക് ലോകത്തിന്റെ ശ്രദ്ധ കൊണ്ടുവരാനാണ് ജൂൺ 12 വേൾഡ് ഡേ അഗൈൻസ്റ്റ് ചൈൽഡ് ലേബർ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോ ഇവിടെ പറയുന്നുണ്ട്, ആഫ്രിക്കയിലും ഏഷ്യയിലും ഏഷ്യ പസഫിക് റീജിയനിലും ആണ് ചൈൽഡ് ലേബർ ഏറ്റവും കൂടുതൽ ഉള്ളത്. 160 മില്യൺ, അതായത് 16 കോടി കുട്ടികൾ ചൈൽഡ് ലേബറിൽ ഉണ്ടെന്നാ പറയുന്നത്. അപ്പൊ അതൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഈ കോവിഡ് ഒക്കെ വന്നതിന് ശേഷം ചൈൽഡ് ലേബർ കൂടി. കാരണം എന്ന് വെച്ചാല് പല ഫാമിലികൾക്കും വരുമാനം ഇല്ലാതായപ്പോഴത്തേക്ക് കുട്ടികളെയും കൂടെ ഇത്തരത്തിൽ ജോലികളിലേക്ക് എൻഗേജ് ചെയ്യുകയും സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ആക്കിയൊക്കെ ചെയ്യുന്നതിന്റെ കാര്യം ഈ പറയുന്നുണ്ട്. അപ്പൊ ഇന്ത്യയിൽ ഏതാണ്ട് 43 ലക്ഷം കുട്ടികൾ ചൈൽഡ് ലേബറിൽ എൻഗേജ് ചെയ്യുന്നുണ്ടെന്നാ പറയുന്നത്. അപ്പൊ ഈ ചൈൽഡ് ലേബറിനെ ഇന്ത്യയിൽ ബാൻ ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ ആദ്യത്തെ നിയമം വരുന്നത് 1986 നിയമത്തിന്റെ പേര് ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് എന്നാണ്. CLPR എന്ന് പറയും, ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് 1986. അത് കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇപ്പൊ ആ നിയമം മാറ്റി പുതിയ നിയമം വന്നു. 1987 നാഷണൽ പോളിസി ഓൺ ചൈൽഡ് ലേബർ എന്നൊരു സംഭവം കൊണ്ടുവരികയാണ്. പിന്നെ 2016 മോദി ഗവൺമെന്റ് പുതിയ നിയമം കൊണ്ടുവരുന്നു, ദ ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ അമെന്റ്മെന്റ് ആക്ട് 2016. ദ ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ അമെന്റ്മെന്റ് ആക്ട് 2016. 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ പൊതുവെ ചൈൽഡ് ലേബറിൽ നിന്ന് ബാൻ ചെയ്യുന്നു ആ നിയമം. പ്ലസ് 14 വയസ്സ് തൊട്ട് 18 വയസ്സുള്ള കുട്ടികളെ, അതായത് അഡോളസന്റ് പീരീഡിലുള്ള കുട്ടികളെ ഹസാർഡസ് ആയിട്ടുള്ള ഓക്യുപ്പേഷൻസ് നിന്നും അത് തടയുന്നു. 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ മാത്രമല്ല 2016 വന്ന ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ അമെന്റ്മെന്റ് ആക്ട് തടയുന്നത് ഈ പറഞ്ഞ ചൈൽഡ് ലേബറിൽ നിന്ന് 14 വയസ്സ് തൊട്ട് 18 വയസ്സുള്ള കുട്ടികളാണെങ്കിലും അവരെയും വളരെ ഹസാർഡസ് ആയിട്ടുള്ള ഓക്യുപ്പേഷൻസിൽ എൻഗേജ് ചെയ്യുന്നതെന്ന് ഈ പറഞ്ഞ 2016 നിലവിൽ വന്ന നിയമം പിന്നീട് ബാൻ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, മൻമോഹൻ സിംഗ് ഗവൺമെന്റ് പീരീഡിൽ ഒരു RTE വരുന്നുണ്ട്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ. റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ 86th അമെന്റ്മെന്റ് ആണ്. 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ. അതുവഴി ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ അകത്ത് ആർട്ടിക്കിൾ 21A ആഡ് ചെയ്യാണ്. ആർട്ടിക്കിൾ 21A ആണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എൻഷുർ ചെയ്യുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ അകത്തുള്ള ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. അതുവഴി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആർട്ടിക്കിൾ 51A ആണ് ഇന്ത്യയിലെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. അത് 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസേ ഉള്ളായിരുന്നു. 11ാമതൊരു ഫണ്ടമെന്റൽ ഡ്യൂട്ടിയും കൂടെ എഴുതി ചേർക്കപ്പെട്ടു. അത് നമ്മളെ പോലുള്ള പേരൻസ്, കുട്ടികളുടെ ഗാർഡിയൻസ്, ആ കുട്ടികളെ സ്കൂളിൽ വിടണം എന്നുള്ളതാണ്. അപ്പം റൈറ്റ് ടു എഡ്യൂക്കേഷൻ പറഞ്ഞ 6 വയസ്സ് തൊട്ട് 14 വയസ്സ് വരെയുള്ള കുട്ടികളെ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കണമെന്നാണ്. അതിപ്പം മാറി, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വന്നപ്പോൾ അത് 3 വയസ്സ് തൊട്ട് 16 വയസ്സ് വരെ ആയിട്ടുണ്ട്. അപ്പൊ 6 വയസ്സ് തൊട്ട് 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ പറഞ്ഞത്. അത് 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആണ്. അതുവഴി ആർട്ടിക്കിൾ 21A ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അത് ആഡ് ചെയ്യപ്പെടുന്നു. അപ്പം ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിന്റെ കൂട്ടത്തിൽ ഒരു മുമ്പ് 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉള്ളായിരുന്നു. ആർട്ടിക്കിൾ 51A ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എഴുതിയേക്കുന്നത്. 11ാമതൊരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി വരുന്നു, കുട്ടികളെ സ്കൂളിൽ വിടുന്നു. അപ്പൊ പിന്നെ ഒരു രീതിയിൽ ഇവരെ ഹസാർഡസ് ആയിട്ടോ അല്ലെങ്കിൽ നോൺ ഹസാർഡസോ ആയിട്ടുള്ള ജോബുകളിൽ അവർ എൻഗേജ് ചെയ്യാൻ പാടില്ല. 14 വയസ്സുള്ള കുട്ടികളെ, 14 വയസ്സുള്ള 18 വയസ്സുള്ള 14 വയസ്സ് തൊട്ട് 18 വയസ്സുള്ള കുട്ടികളെ ഹസാർഡസ് എൻവയോൺമെന്റിലും ജോലി ചെയ്യിപ്പിക്കാൻ പാടില്ല. പക്ഷേ അപ്പം അത് ഒരു പരിധിവരെ നമ്മൾ ഈ പറഞ്ഞ ഈ ബാലവേല അല്ലെങ്കിൽ ചൈൽഡ് ലേബർ തടയുന്നതിൽ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇപ്പോഴും അതിന്റെ എഫേർട്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോ നമ്മളെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുന്ന യുഎന്നിന്റെ ഗോൾസ് ഉണ്ട്. യുഎന്നിന്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുന്നത് 2030 ലോകത്തിൽ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന യുഎന്റെ 17 ഗോൾസ് ആണ്.
അതിനകത്തും ഈ പറഞ്ഞ ബാലവേല അവസാനിപ്പിക്കാനുള്ള കാര്യങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. ഈ ആർട്ടിക്കിളിന്റെ അകത്ത് എവിടെയോ അങ്ങനെ പറഞ്ഞുണ്ടോ തോന്നുന്നു, നിങ്ങൾ നോക്കണം. അപ്പൊ എന്തായാലും ഈ എഴുതിയിരിക്കുന്ന ഓദർ ദ വേൽപൂർ മോഡൽ എന്ന് പറഞ്ഞൊരു മോഡലാണ് ഇന്ത്യയിൽ ചൈൽഡ് ലേബർ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്വീകരിക്കാവുന്ന ഒരു മോഡൽ എന്നാ പറയുന്നത്. കാരണം ഈ വേൽപൂർ എന്ന് പറയുന്നത് തെലങ്കാനയിലെ നിസാമാബാദ് ഡിസ്ട്രിക്റ്റിലെ ഒരു സ്ഥലമാണ്. തെലങ്കാനയിലെ നിസാമാബാദ് ഡിസ്ട്രിക്റ്റിലെ ഒരു സ്ഥലം. ഈ സ്ഥലത്ത് ബാലവേല അല്ലെങ്കിൽ ചൈൽഡ് ലേബർ വളരെ പ്രിവാലന്റ് ആയിരുന്നു. പക്ഷേ 2001 ഈ ബാലവേല അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അവര് ഒരു അവിടുത്തെ ബട്ട് ഇൻ ഡ്രമാറ്റിക് വെയിറ്റ് ബിക്കേം എ റെയർ എക്സെപ്ഷൻ അതൊക്കെ പറയുന്നുണ്ട്. ഒരു ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യാണ്. കമ്മ്യൂണിറ്റി, അവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റിയെ കൂടെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ട് 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ സ്കൂളിൽ തന്നെ വിടണം, അവരെ ഒരു രീതിയിൽ ചൈൽഡ് ലേബറിൽ എൻഗേജ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് നിസാമാബാദില് 2001 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യാണ്. അന്ന് ഈ നിസാമാബാദ് ഡിസ്ട്രിക്റ്റിലെ വേൽപൂർ എന്ന് പറയുന്ന സ്ഥലം ചൈൽഡ് ലേബറിന് നൊട്ടോറിയസ് ആയിരുന്നു. ഒരു സസ്റ്റെയിൻ ക്യാമ്പയിനിങ് തന്നെ നടത്തേണ്ടി വന്നു. ഏതാണ്ട് 100 ദിവസം വെറും 3 മാസം 100 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് സസ്റ്റെയിൻഡ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിനിങ് നടത്തി വേൽപൂരിന് 100 ദിവസം കഴിഞ്ഞ ചൈൽഡ് ലേബർ ഫ്രീ ആയിട്ട് ഡിക്ലെയർ ചെയ്യാണ്. അപ്പൊ അത് ഭയങ്കര ട്രമൻഡസ് സക്സസ് ആയിരുന്നു. 24 ഇയേഴ്സ് ലേറ്റർ 2001 ഈ സംഭവം നടക്കുന്നത്. 2025 വീണ്ടും ഒരു സ്റ്റഡി നടത്തിയപ്പം ഈ സ്കൂളുകളിലും അവിടുത്തെ എല്ലാ സ്കൂളുകളിലും ചൈൽഡ് ലേബർ ഒന്നുമില്ല, 100% കുട്ടികളും സ്കൂളിൽ പോകുന്നുണ്ടെന്നും ചൈൽഡ് സ്കൂളിൽ പോകുന്ന കുട്ടികളെല്ലാം 100% ആ സ്കൂളിൽ തന്നെ റീറ്റെയിൻ ചെയ്യുന്നുണ്ടെന്നും ഈ പറഞ്ഞ വേൽപൂർ എന്ന് പറഞ്ഞ ഒരു സമയത്ത് ചൈൽഡ് ലേബറിന് നൊട്ടോറിയസ് ആയിരുന്ന നിസാമാബാദ് ഡിസ്ട്രിക്റ്റിലെ സ്ഥലം ചൈൽഡ് ലേബർ ഫ്രീ ആയിട്ട് ഇപ്പോഴും തുടരുന്നു എന്നുള്ള ആഹ്ലാദജനകമായിട്ടുള്ള കാര്യമാണ് ഇതിന്റെ അകത്ത് പറഞ്ഞത്. ഇത് എങ്ങനെയാണ് അച്ചീവ് ചെയ്തതെന്ന് അദ്ദേഹം ഈ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. അതൊരു സ്റ്റോറി പോലെയാണ്, ഞാൻ അത് പറയേണ്ട ആവശ്യമില്ല. അവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റി ഇൻക്ലൂഡ് ചെയ്യുന്നു, അവിടുത്തെ സർപഞ്ച്, അതായത് ഈ ലോക്കൽ ബോഡീസ് ഉണ്ടല്ലോ, പഞ്ചായത്തുകളെ ഭരിക്കുന്ന സർപഞ്ചുകൾ, അവരെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നു. അവിടുത്തെ കാസ്റ്റ് ലീഡേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യുന്നു. അവരെല്ലാവരും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നു. പലരും അവരുടെ വീടുകളിലെ സാമ്പത്തിക അവസ്ഥ മോശമായതുകൊണ്ട് കടങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ഓരോരോ ആൾക്കാരെടുത്ത് അവരെ മക്കളെ ജോലിക്ക് കൊണ്ടാക്കിയായിരുന്നു. ആ ജോലിക്ക് നിൽക്കുന്ന സ്ഥലങ്ങളിലെ ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അവരെല്ലാം ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുമ്പോൾ ഈ കിട്ടാനുള്ള പണമൊക്കെ തന്നെ വേണ്ടെന്ന് നോക്കി. അങ്ങനെ 30 ലക്ഷത്തിൽ കൂടുതൽ രൂപ അവിടുത്തെ ഈ ആൾക്കാർ വേണ്ടെന്ന് വെച്ചു, പണം കിട്ടാനുള്ളവര്. എന്നിട്ട് അവരെല്ലാം ആ കുട്ടികളെ സ്കൂളിൽ പോയി അനുവദിക്കുന്നതൊക്കെ ഒരു ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ് എൻ്റെ അത് പറയുന്നത്. അപ്പം ആ ഒരു മോഡൽ ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും ഈ ബാലവേല നിലനിൽക്കുന്നിടത്ത് എമുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണെന്നും അതുവഴി ഇന്ത്യയിൽ കംപ്ലീറ്റ്ലി ബാലവേല അല്ലെങ്കിൽ ഈ പറഞ്ഞ ചൈൽഡ് ലേബർ എന്ന് പറയുന്ന സംഭവം ഇല്ലാതാക്കാൻ പറ്റുമെന്നും ഈ ആർട്ടിക്കിളിൽ അത് പറഞ്ഞിട്ടുണ്ട്. ILO ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഈ വേൽപൂർ മോഡലിനെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ള കാര്യവും ഇതിന്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പം അതൊക്കെയാണ് ഇത് പറയുന്നത്. അപ്പൊ ഇതൊന്ന് വായിച്ചു നോക്കുക. ഇത് ഞാൻ ഇത്രയും ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് തന്നിട്ട് എന്റെ താഴോട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ലാസ്റ്റ് വരുന്ന കാര്യങ്ങളൊക്കെ സുഖമായിട്ട് സ്വന്തമായിട്ട് വായിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. അതൊരു സ്റ്റോറി പോലെയാണ് അവർ പറഞ്ഞേക്കുന്നത് അതിന്റെ അകത്ത്. പിന്നെ ഇറ്റ് ഈസ് പ്രോഫിറ്റ് ഫസ്റ്റ് ലൈഫ് ആൻഡ് സേഫ്റ്റി സെക്കൻഡ് എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ വായിച്ച് മനസ്സിലാക്കാവുന്ന ഒരു ഇതാണ്. പബ്ലിക് സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിളാണ് ഇത്. ഞാൻ അങ്ങനെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇത് വേറെ ഒന്നുമില്ല. നമ്മള് IPL ഇന്ത്യൻ പ്രീമിയർ ലീഗ് ടൈറ്റിൽ ആദ്യമായിട്ട് ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സ് നേടുന്നു. IPL 18 വർഷ ചരിത്രത്തിൽ ആദ്യമായിട്ട്. അപ്പൊ അതിനുശേഷം അവര് നടത്തിയ ഒരു റോഡ് ഷോ, അതിനുശേഷം അതൊരു സ്റ്റാമ്പേഡിൽ അവസാനിക്കുന്നതും ഒത്തിരി പേരവിടെ മരിക്കുന്നു. അപ്പൊ അവിടെ ഈവൻ ഈ മരിച്ചവർക്ക് പ്രോപ്പർ കോമ്പൻസേഷൻ പോലും ഇവരാരും കൊടുക്കുന്നില്ല. 10 ലക്ഷം രൂപ വെച്ചങ്ങണ്ടേ കൊടുക്കുന്നത്. അതൊരു മീഗർ എമൗണ്ട് ആയിട്ടേ കൂട്ടാൻ പറ്റുള്ളൂ ആ ഒരു ലൈഫിന്റെ വില വെച്ച് നോക്കുമ്പോൾ, ആ ഒരു ജീവന്റെ വില വെച്ച് നോക്കുമ്പോൾ. പ്രത്യേകിച്ച് ക്രിക്കറ്റ് ഈസ് എ വെരി ലുക്രേറ്റീവ് ബിസിനസ് ആൻഡ് ദീസ് പീപ്പിൾ ആർ മേക്കിംഗ് ഹ്യൂജ് സംസ് ഓഫ് മണി ഫ്രം ദിസ് ഗെയിം ആൻഡ് ദീസ് സ്പെക്ടേറ്റേഴ്സ് ആർ ആക്ച്വലി ദ ലൈഫ് ലൈൻ ഓഫ് ഓൾ ദീസ് ഗെയിംസ്. ക്രിക്കറ്റ് ആയിരുന്നല്ലോ ഏത് ഗെയിം ആണെങ്കിലും. സോ they should give maximum respect to these precious lives. Above some untoward incidents happened, some precious lives were lost. So adequate ആയിട്ടുള്ള കോമ്പൻസേഷൻ എങ്കിലും കൊടുക്കണം. അതൊന്നും ഉണ്ടായില്ല എൻ്റെ അത്. അപ്പൊ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നത്? ഇന്ത്യയിൽ മാത്രം എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഇൻസിഡൻസ് സംഭവിക്കും? ഇന്ത്യയിൽ മാത്രം എന്ന് പറയുന്നില്ല, എമംഗ് ദ മേജർ വേൾഡ് എക്കോണമീസ് വൈ ഇന്ത്യ ഈസ് വിറ്റ്നസിംഗ് സച്ച് കൈൻഡ് ഓഫ് റെക്കറിംഗ് സ്റ്റാമ്പേഡ് ഇൻസിഡൻസ് and the governments and the authorities concerned are not ready to control such kinds of incidents. അതാണ് ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്നത്.
അപ്പൊ അത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ അകത്ത് അങ്ങനെ മനസ്സിലാവാത്ത കാര്യം ഒന്നുമില്ല, ടെക്നിക്കൽ ടേംസ് ഒന്നുമില്ല. ക്രൗഡ് മാനേജ്മെന്റ് എങ്ങനെ ചെയ്യണം, ഈവൻ ഒരു സ്മോൾ ഹോൾ എടുത്ത് ആ ഹോളിന്റെ അകത്ത് നമ്മളൊരു എന്തെങ്കിലും യോഗം സംഘടിപ്പിച്ചാൽ യഥാർത്ഥത്തിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. നമുക്ക് ഇവിടെ നിയമമുള്ളതാ, ആ നിയമം നടപ്പാവില്ല. When a small hall is granted a license, the mandatory requirements include the number of entrance and exit points, the seating arrangements, a doctor on call. നമ്മളൊരു ഒരു ചെറിയ ഹോൾ എടുത്ത ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ ഡോക്ടർ ഓൺ കോൾ വേണം, പബ്ലിക് കൺവീനിയൻസസ് നോക്കണം, ഇതെല്ലാം ചെയ്യണം. പക്ഷെ ഇത്രയും വലിയ ഇവന്റ്സ് നടക്കാൻ പോലും നമ്മളിതൊന്നും ചെയ്യുന്നില്ല പ്രോപ്പറായിട്ട്. അപ്പൊ പലപ്പോഴും ഈ ബ്രൈബൊക്കെ ഒഫീഷ്യൽസിന് കൊടുത്ത് ആ ഒരു പൈസയുടെ ആ ഒരു ഇതില് പിന്നെ ഇത്തരത്തിലുള്ള ഇവന്റ്സ്ക്ക് പെർമിഷൻ കൊടുക്കുന്നു, എന്നിട്ട് അതിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്നില്ല. അതാണ് സംഭവിക്കുന്നത്. അപ്പൊ അതിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ആർട്ടിക്കിൾ അത്രേ ഉള്ളൂ, വായിച്ചു നോക്കുക. പിന്നെ ഈ പേജിൽ വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് വായിച്ചു നോക്കാൻ പറ്റുന്നതാണ് കാസ്റ്റ് സെൻസസ്. അതിപ്പോ പറഞ്ഞതേ ഉള്ളൂ. കാസ്റ്റ് സെൻസസ് ആക്ച്വലി കർണാടകത്തിൽ നടക്കുന്ന കാസ്റ്റ് സെൻസസിനെ കുറിച്ചല്ല. ഇന്ത്യ ഈസ് ഗോയിങ് ടു വിറ്റ്നസ് the independent India is going to witness the caste census for the first time. That process is going to be started in the second half of the year itself, but the actual enumeration will start from the next year end onwards only. By 2020 on March, the entire process will be completed. So എന്തിന് കാസ്റ്റ് സെൻസസ്, എന്തൊക്കെയാണ് അതിന്റെ ഗുണങ്ങൾ? ഗുണം നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഇന്ത്യയിൽ ഇപ്പോൾ OBC റിസർവേഷൻ ഒക്കെ കൊടുക്കുന്ന ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ചിലാണ്. അതായത് പണ്ടത്തെ ഏതോ കുറെ ഡേറ്റാസ് ഇരിപ്പുണ്ട്, അത് വെച്ച് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അതിൽ തന്നെ OBC എന്ന് പറയുമ്പോൾ OBC അതർ ബാക്ക്വേർഡ് കാസ്റ്റ്, ഇന്ത്യയിൽ 6000 എങ്ങാണ്ട് ഈ ഗവൺമെന്റ് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള OBC കാസ്റ്റ് ഉണ്ട്. അവരെല്ലാവരും ഹോമോജനസ് ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ടുള്ള റിസർവേഷനോ കൊടുക്കുക. ദാറ്റ് ഈസ് നോട്ട് കറക്റ്റ്, ബിക്കോസ് ഇൻ OBCs some socially advanced groups are there and they are eating the biggest chunk of these reservation benefits, biggest pie of these reservation benefits. So the most backward among these backward communities are not getting the fruits of reservation and they are still in the backwardness. അപ്പോൾ ഒരു equitable distribution of this reservation happen ചെയ്യണമെന്നുണ്ടെങ്കിൽ a real count of all these backward class people should be taken. ഞാൻ ഒരിക്കൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ തന്നെ OBC കമ്മ്യൂണിറ്റീസിൽ കൺസിഡർ ചെയ്തിട്ടുള്ള 2 കമ്മ്യൂണിറ്റീസ് ആണ് ഈഴവാസ് ആൻഡ് മുസ്ലിംസ്. ദേ ആർ ആക്ച്വലി വെൽ ഓഫ് ആസ് കമ്പയർഡ് ടു, ഈവൻ ദേ ആർ മോർ എന്താ പറയുന്ന സോഷ്യലി അഡ്വാൻസ്ഡ് ആൻഡ് എക്കണോമിക്കലി അഡ്വാൻസ്ഡ് ആസ് കമ്പയർഡ് ടു ദ സം ഓഫ് ദ ജനറൽ കമ്മ്യൂണിറ്റീസ് ഇൻ കേരള. ജനറൽ കമ്മ്യൂണിറ്റീസിനെക്കാളും സോഷ്യലി ആൻഡ് എക്കണോമിക്കലി അഡ്വാൻസ്ഡ് ആണ് ഈ പറഞ്ഞ ഈഴവ അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റി എന്നൊക്കെ പറഞ്ഞ കേരളത്തിൽ. പക്ഷേ അതർ OBC കമ്മ്യൂണിറ്റീസ് ആർ ഹിയർ. അവർക്ക് അപ്പൊ ഇവരെല്ലാവരും മക്കളൊക്കെ നല്ല രീതിയിൽ നല്ല സ്കൂളുകളിലും കോളേജിലും ആയിരിക്കും പഠിക്കുന്നത്. അവർ എക്കണോമിക്കലി അഡ്വാൻസ്ഡ് ആണ്, ഈ മുസ്ലിംസും OBCസും. കേരളത്തിലെ കാര്യം ഞാൻ പറയുന്നത്. അപ്പൊ മറ്റ് OBC കമ്മ്യൂണിറ്റീസിന് അവരുടെ മത്സരിച്ച് നിൽക്കാൻ പറ്റുമോ? അപ്പം ഇവരുടെയൊക്കെ യഥാർത്ഥ കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പോപ്പുലേഷൻ കൗണ്ട് അനുസരിച്ച് റിസർവേഷൻ അവർക്ക് ഈ പറഞ്ഞ 27% കോട്ടയ്ക്ക് അകത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഈ OBCക്ക് കൊടുക്കുന്ന 27% റിസർവേഷനാണ്. അതൊക്കെയാണ് ഈ കാസ്റ്റ് സെൻസസിന്റെ ഉദ്ദേശം. അപ്പം അതൊക്കെയാണ് ഈ പറഞ്ഞേക്കുന്നത്. വായിച്ചു നോക്കിയാൽ നല്ല ഇപ്പോഴത്തെ സോഷ്യലി റിലവന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് ആണ്. ആർട്ടിക്കിൾ 246 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് സെൻസസിനെ കുറിച്ച് പറയുന്നത്. സെൻസസിന്റെ അകത്താണ് ഈ കാസ്റ്റ് സെൻസസ് വരാൻ പോണത്. സെൻസസ്. അപ്പൊ ഈ സെൻസസിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 246. ഓക്കെ, ആ സെൻസസിനകത്താണ് ഈ കാസ്റ്റ് സെൻസസ് വരാൻ പോണത്. മുമ്പ് കാസ്റ്റ് സെൻസസ് നടത്താറില്ല, സെൻസസ് മാത്രം ചെയ്തു പോയാ ചെയ്യുന്നത്. ആ കൂട്ടത്തിൽ SC/ST പോപ്പുലേഷൻ എടുക്കുമായിരുന്നു, അല്ലാതെ OBC പോപ്പുലേഷൻ എടുക്കൂലായിരുന്നു. അതാണ് ഇപ്പം നടക്കാൻ പോണത്. അപ്പൊ അത് ഒന്ന് നോക്കി വെച്ചേക്കാം. പിന്നെ നമ്മള് മറ്റു ന്യൂസുകളിലേക്ക് പോകുമ്പോ മാവോയിസ്റ്റുകളെ ഇപ്പം സുക്മ എന്ന് പറഞ്ഞ ഛത്തീസ്ഗഡിലാണ്. ഞാൻ റീസെന്റ് പറഞ്ഞാണ്, ബൈ 2026 March ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വാണ്ട്സ് ടു get rid of the problem of Maoism in India. So government is in the right path and they are advancing every day in the right direction. And the top level leaders of these Maoist movements are being killed by the security forces, and that problem is going to end very soon in India. Sukma is a place in Chhattisgarh. Chhattisgarh and Jharkhand are 2 states in India which are facing big Naxalite problem. ബാക്കി സ്ഥലത്തൊക്കെ ഏതാണ്ട് സോൾവ് ആയി. പിന്നെ ഛത്തീസ്ഗഡിന്റെ ചീഫ് മിനിസ്റ്റർ ആരാണ്? ഛത്തീസ്ഗഡിലാണ് ഇപ്പൊ ഈ സുക്മ എന്ന് പറഞ്ഞ ഛത്തീസ്ഗഡിന്റെ ചീഫ് മിനിസ്റ്റർ വിഷ്ണു ദിയോ
സായ്. വിഷ്ണു ദിയോ സായ്. പിന്നീട് ഇവിടുത്തെ വേറെ ഒരു ന്യൂസ്, ഇന്റർപോൾ അറിയാലോ? ഇന്റർപോൾ എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ പോലീസ് ഓർഗനൈസേഷൻ. ഇന്റർപോൾ എന്താണ്? ഇന്റർനാഷണൽ പോലീസ് ഓർഗനൈസേഷൻ. ലോകത്തിലെ ഓൾമോസ്റ്റ് എവറി കൺട്രീസ് ചേർന്നുള്ള ഒരു പോലീസ് ഓർഗനൈസേഷൻ ആണ് ഇന്റർപോൾ. ഇന്റർപോളിലെ ഇന്ത്യയും മെമ്പറാണ്. ഇന്റർപോളിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ലിയോണിലാണ്. ലിയോൺ എവിടെയാണ്? ഫ്രാൻസിലെ ലിയോൺ ആണ് ഇന്റർപോളിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. ഇനി അതിന് അടുത്ത പേജിൽ പോകുമ്പോൾ ചന്ദ്രബാബു നായിഡുവുമായിട്ടൊരു ഇന്റർവ്യൂ കാണാം. ചന്ദ്രബാബു നായിഡു ഇസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് ആന്ധ്രാപ്രദേശ് ആൻഡ് ഹി ഈസ് ഓൾസോ completing 1 year in government. So a detailed interview is there in Hindu newspaper with Chandrababu Naidu. അപ്പൊ ചന്ദ്രബാബു നായിഡുവിന്റെ അണ്ടറിൽ ആന്ധ്രയ്ക്ക് ഒരു പുതിയ ക്യാപിറ്റലായി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പേര് അമരാവതി എന്നാണ്. അപ്പൊ അമരാവതിയെ കുറിച്ചൊക്കെ അതിൽ പറയുന്നുണ്ട്. ആൻഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ B.R. Gawai, അദ്ദേഹത്തിന്റെ ഫോട്ടോ ഇവിടെ കാണാം. B.R. Gawai is the first Buddhist chief justice of India. He's from the he's a follower of Buddhism. പിന്നെ ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ CECയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കാണാം. ഹു ഈസ് CEC ഓഫ് ഇന്ത്യ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ? ജ്ഞാനേഷ് കുമാർ. വേൾഡിലെ ഏറ്റവും ലാർജസ്റ്റ് അല്ലെങ്കിൽ ബിഗ്ഗസ്റ്റ് ഇലക്ട്രൽ പ്രോസസ്സായ ഇന്ത്യൻ ഇലക്ഷൻസ് എന്ന് പറയുന്നത് കണ്ടക്ട് ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. ആ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ ലീഡ് ചെയ്യുന്നത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണ്. കറന്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഈസ് ജ്ഞാനേഷ് കുമാർ. അതിനടുത്ത പേജിൽ പോകുമ്പോ ആക്സിയം 4 മിഷൻ, അതിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ആക്സിയം 4 മിഷൻ ഇന്ത്യയുടെ ശുഭാംശു ശുക്ല ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പോകുന്ന ഫസ്റ്റ് ഇന്ത്യൻ ശുഭാംശു ശുക്ലയാണ്. ബട്ട് ബിക്കോസ് ഓഫ് ദ ബാഡ് വെതർ കണ്ടീഷൻസ് ആൻഡ് സം മാൽ ഫങ്ഷനിങ് എക്സെട്ര ദാറ്റ് മിഷൻ ഈസ് പോസ്റ്റ്പോണ്ട്. അപ്പം പോസ്റ്റ്പോണ്ട് ആണ്. അതിപ്പം അടുത്ത ദിവസങ്ങളിൽ നടക്കുമായിരിക്കും. മാൽ ഫങ്ഷനും ഉണ്ട് അതിന്റെ ലോഞ്ച് വെഹിക്കിളിന്റെ അകത്ത്. അതുപോലെ ആദ്യത്തെ 1-2 തവണ വെതർ അനുകൂലമല്ലായിരുന്നു. ഇത് സെന്റർ ടു റിവൈസ് AC ടെമ്പറേച്ചർ റേഞ്ച് ഫോർ മോർ എഫിഷ്യൻസി. നമ്മളെ AC ഉണ്ടാക്കുന്ന കമ്പനീസുമായിട്ട് ഗവൺമെന്റ് ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി തൊട്ട് ഇന്ത്യയിൽ മിക്കവാറും ACകളിൽ 20 ഡിഗ്രി സെൽഷ്യസ് തൊട്ട് 28 ഡിഗ്രി സെൽഷ്യസ് വരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് മുകളിലോട്ടോ അതിന് താഴോട്ടോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. അത് ഓൾമോസ്റ്റ് ഷുവർ ആണ്. നമ്മളുടെ കാറുകളിലേക്ക് അങ്ങനെ ആയിരിക്കും എന്നാ പറഞ്ഞത്. പിന്നെ വീടുകളിലും ഓഫീസുകളിലേക്കുള്ള ACയിലൊക്കെ. അതിന്റെ കാരണം ഇന്ത്യയുടെ പവർ കൺസംഷൻ കുറയ്ക്കാണ്, എനർജി എഫിഷ്യൻസി കൂട്ടാനാണ്. ACയിൽ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള പവർ കൺസംഷൻ വ്യത്യാസം വരുന്ന പറഞ്ഞത്. അപ്പം ഇന്ത്യയിൽ ക്രോഴ്സ് ഓഫ് ACകൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിൽ ഈ പറഞ്ഞ 20 ഡിഗ്രി സെൽഷ്യസ് ടു 28 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ റേഞ്ച് വന്നു കഴിഞ്ഞാൽ ഇത് താഴോട്ട് പിന്നെ പോകാൻ പറ്റില്ല, ഇതിന് മുകളിലോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഭയങ്കരമായിട്ട് മില്യൺസ് ഓഫ് യൂണിറ്റ്സ് പവർ സേവ് ചെയ്യാൻ പറ്റുന്ന പറയുന്നത്. 24 ഡിഗ്രി സെൽഷ്യസ് ആണ് ഏറ്റവും ഐഡിയൽ ടെമ്പറേച്ചർ എന്നാ പറയുന്നത് AC റൺ ചെയ്യാൻ. ഓക്കെ. പിന്നെ അമർനാഥ് യാത്രയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. കാശ്മീരിലേക്കുള്ള ഒരു തീർത്ഥാടന ഹിന്ദു പിൽഗ്രിമേജ് ആണ് അമർനാഥ് യാത്ര. അമർനാഥിൽ ഒരു കേവ് ടെമ്പിൾ ഉണ്ട്. അമർനാഥ് കേവ് ടെമ്പിളിലേക്കുള്ള പിൽഗ്രിമേജ് അതാണ് അമർനാഥ് യാത്ര. ആൻഡ് കാശ്മീരിന്റെ ലെഫ്റ്റനന്റ് ഗവർണറിന്റെ പേര് ഇവിടെ ഉണ്ട്. കാശ്മീരിന്റെ ലെഫ്റ്റനന്റ് ഗവർണറാണ് മനോജ് സിൻഹ. കാശ്മീരിന്റെ ലെഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ആൻഡ് ചീഫ് മിനിസ്റ്റർ ഓഫ് കാശ്മീർ ഈസ് ഒമർ അബ്ദുള്ള. പിന്നെ ഖാൻ ക്വസ്റ്റ് എന്ന് പറഞ്ഞ പേരില് ഒരു ഖാൻ ക്വസ്റ്റ് എന്ന് പറഞ്ഞ പേരില് ഒരു എക്സർസൈസ്, ഒരു മിലിറ്ററി എക്സർസൈസ് നടക്കുന്നുണ്ട്. മംഗോളിയയിലാണ് നടക്കുന്നത്. ഇന്ത്യ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. മംഗോളിയയിലാണ്, അറിഞ്ഞിരിക്കുക. ഖാൻ ക്വസ്റ്റ് എന്നുള്ള പേരുള്ള മിലിറ്ററി എക്സർസൈസ് നടക്കുന്ന എവിടെയാണ് നടന്നിരിക്കുക? മംഗോളിയയിലാണ്. മംഗോളിയ എന്ന് പറയുന്ന രാജ്യത്ത്. മംഗോളിയയുടെ ക്യാപിറ്റലാണ് ഉലാൻ ബാത്തർ. മംഗോളിയയുടെ ക്യാപിറ്റൽ ഏതാണ്? ഉലാൻ ബാത്തർ. നൊമാഡിക് എലിഫന്റ് എന്നുള്ള പേരുള്ളൊരു ഇന്ത്യ നൊമാഡിക് എലിഫന്റ് എന്നുള്ള പേരിൽ ഇന്ത്യയും മംഗോളിയയും ചേർന്ന് വേറൊരു എക്സർസൈസും ഉണ്ട്. അതും ഒരു മിലിറ്ററി എക്സർസൈസ് ആണ്. നൊമാഡിക് എലിഫന്റ് ഇന്ത്യയും മംഗോളിയയും ചേർന്നുള്ള. ഇത് പക്ഷേ ഈ പറഞ്ഞ ഖാൻ
ക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയും മംഗോളിയ മാത്രമല്ല, US ഒക്കെ ഉണ്ട്, ഒരു മൾട്ടിനേഷണൽ എക്സർസൈസാ. പക്ഷെ ഈ നൊമാഡിക് എലിഫന്റിൽ ഇന്ത്യയും മംഗോളിയ മാത്രമേ ഉള്ളൂ. അതിപ്പോ കഴിഞ്ഞതേ ഉള്ളൂ. പിന്നെതാ ഇവിടെ നിങ്ങൾക്ക് ഇന്ത്യ അൺലൈക്ലി ടു റാറ്റിഫൈ ഹൈ സീസ് ട്രീറ്റി അറ്റ് UN ഓഷൻ കോൺഫറൻസ് എന്ന സംഭവമുണ്ട്. ഈ UN ഓഷൻ കോൺഫറൻസ്, യുണൈറ്റഡ് നേഷൻസ് ഓഷൻ കോൺഫറൻസ് എവിടെ നടക്കുന്ന നൈസ് എന്ന് പറയുന്ന സ്ഥലത്താണ്. നൈസ് ഫ്രാൻസിലാണ്. ഫ്രാൻസിലെ നൈസ് എന്ന് പറയുന്ന സ്ഥലത്ത്, നൈസ് എന്ന് പറയുന്ന സ്ഥലം ഫ്രാൻസിൽ, അവിടെ വെച്ച് യുണൈറ്റഡ് നേഷൻസ് ഓഷൻ കോൺഫറൻസ് നടക്കുന്നു. അതിൽ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്യുന്നത് യൂണിയൻ മിനിസ്റ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി ആണ്, ജിതേന്ദ്ര സിംഗ്. യൂണിയൻ മിനിസ്റ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി, അദ്ദേഹമാണ് ഇന്ത്യ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അതില് ഹൈ സീസ് ട്രീറ്റി എന്ന് പറയുന്ന സംഭവം, ഹൈ സീസ് എന്നറിയപ്പെടുന്നത് ഓരോ രാജ്യത്തിന്റെയും ജൂറിസ്ഡിക്ഷന്റെ അകത്തുള്ള കടലുണ്ട്. അപ്പൊ ഇന്ത്യയുടെ അധീനതയിലുള്ള കടലുണ്ട്. ശ്രീലങ്ക ഇന്ത്യയുടെ അതിർത്തി വരുന്ന രാജ്യമാണ്. കടൽ അതിർത്തിയിൽ ശ്രീലങ്കയുടെ അതിർത്തിയിൽ വരുന്ന കടലും ഉണ്ട്. ഈ രണ്ട് രാജ്യങ്ങളുടെ അതിർത്തിയിൽ അല്ലാതെ കുറച്ച് കടൽ ആ ഏരിയ കാണും. അതിനാണ് ഹൈ സീസ് എന്നറിയപ്പെടുന്നത്. അത് ഏതെങ്കിലും രാജ്യത്തിന്റെ അധീനതയിൽ ആയിരിക്കത്തില്ല. അത്തരത്തിലുള്ള ഹൈ സീസ് എന്നറിയപ്പെടുന്ന സ്ഥലം. അവിടെ ഭയങ്കര ബയോഡൈവേഴ്സിറ്റിയെ കാണും. ആ ബയോഡൈവേഴ്സിറ്റിയെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് അത് ലോകത്തിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ ഈ ഹൈ സീസ് ട്രീറ്റി എന്ന് പറയുന്ന സംഭവം ഇത്തരത്തിലുള്ള ബയോഡൈവേഴ്സിറ്റി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള UN-ന്റെ ഒരു ഇനിഷ്യേറ്റീവ് ആണ്. പക്ഷെ അത് ഇന്ത്യ സൈൻ ചെയ്തിട്ടുണ്ട് ഇന്ത്യ. പക്ഷെ ഇനി റാറ്റിഫൈ ചെയ്യണം. റാറ്റിഫൈ ചെയ്താലേ അത് നിലവിൽ വരുള്ളൂ. അപ്പൊ അത് റാറ്റിഫിക്കേഷൻ ഇപ്പൊ ഉടനെ ഇന്ത്യ ചെയ്യൂലെന്നാ പറയുന്നത്. അതിന് എന്തൊക്കെയോ കുറച്ച് പ്രോസസ്സും കൂടെ ഇന്ത്യൻ പാർലമെന്റിനകത്ത് കുറച്ച് നിയമങ്ങളൊക്കെ പാസ്സാക്കാറുണ്ട്. അതിനുശേഷം റാറ്റിഫൈ ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇന്ത്യയുടെ സയൻസ് ആൻഡ് ടെക്നോളജി മിനിസ്റ്ററാണ് ഇദ്ദേഹം, ജിതേന്ദ്ര സിംഗ്. അദ്ദേഹം പങ്കെടുക്കുന്ന നൈസ് എന്ന് പറയുന്ന സ്ഥലത്താണ് നടക്കുന്നത്. നൈസ് ഈസ് ഇൻ ഫ്രാൻസ്. പിന്നെ ബിസിനസ് പേജില് സെബിയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. സെബി എന്താണ്? സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റിന്റെയും ഇന്ത്യയുടെ കൊമോഡിറ്റി മാർക്കറ്റിന്റെയും റെഗുലേറ്റർ ആണ് സെബി. സ്റ്റോക്ക് മാർക്കറ്റ് ആൻഡ് കൊമോഡിറ്റി മാർക്കറ്റ് ആർ ബീങ് റെഗുലേറ്റഡ് ബൈ സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, ആൻഡ് ഇറ്റ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് ഇസ് ഇൻ മുംബൈ. മുംബൈയിലാണ് ഹെഡ്ക്വാർട്ടേഴ്സ്. ആൻഡ് ചെയർമാൻ, സെബി ചെയർമാൻ തുഹിൻ കാന്ത പാണ്ഡെ. ഈസ് ദ ചെയർമാൻ. തുഹിൻ കാന്ത പാണ്ഡ ആണോ? പാണ്ഡ അല്ലെ പാണ്ഡെ എന്താണെന്ന് വെച്ചാൽ നോക്കിക്കോളാം. പിന്നെ വേൾഡ് ബാങ്ക് കട്ട്സ് ഇന്ത്യ ഫിനാൻഷ്യൽ ഇയർ 26 ഗ്രോത്ത് ഫോർകാസ്റ്റ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ ഇയർ, അതായത് 2025-26 ഫിനാൻഷ്യൽ ഇയറിൽ ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് 6.3% ആയിരിക്കും എന്നാണ് വേൾഡ് ബാങ്ക് പറഞ്ഞത്. മുമ്പ് 6.7 ആണ് പറഞ്ഞിരുന്നത്. അതിപ്പോ 6.3 ആയിട്ട് അവർ കട്ട് ചെയ്തു. അത് ഗ്ലോബൽ ഗ്രോത്ത് ഫോർകാസ്റ്റ് ഒക്കെ അവർ കുറച്ചിട്ടുണ്ട്. ഗ്ലോബലി കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. സോ ഇന്ത്യ ഇസ് നോട്ട് ഗോയിങ് ടു ഗ്രോ അറ്റ് ദ റേറ്റ് ഓഫ് 6.7% ആസ് predicted by World Bank of India. They cut down around 0.4% from the previous prediction, and the current prediction is 6.3%, and it is in variance with RBI's prediction. RBI recently predicted India will grow at the rate of 6.5% എന്നാ പറഞ്ഞേക്കുന്നത്. RBI latest monetary policy RBI latest monetary policy പറ്റിയത് RBI ലേറ്റസ്റ്റ് മോണിറ്ററി പോളിസി പിന്നീട് സമയത്ത് അവരിപ്പോ പറഞ്ഞിരുന്നു വെച്ചാൽ ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് 6.5% ആയിരിക്കും എന്നാണ്. പക്ഷെ RBIയുടെ പ്രഡിക്ഷനെക്കാളും അതിൽ നിന്ന് വ്യത്യാസമാണ്. ഇപ്പൊ 6.3 എന്ന് പറഞ്ഞ വേൾഡ് ബാങ്കിന്റെ പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. വേൾഡ് ബാങ്ക് പ്രഡിക്ഷൻ RBI പ്രഡിക്ഷൻ ഒക്കെ പഠിച്ചു വെച്ചേക്കണം. വേൾഡ് ബാങ്കിന്റെ പ്രഡിക്ഷൻ 6.3%, RBIയുടെ പ്രഡിക്ഷൻ 6.5%. അപ്പൊ ചോദിക്കാം, ആസ് പെർ ദ ലേറ്റസ്റ്റ് prediction or as per the latest estimate of World Bank, India's GDP will grow at the rate of -% in the year 2025-26 എന്ന് വെച്ചാൽ 6.3. And as per the latest prediction of Reserve Bank of India, India's GDP will grow at the rate of -% in the year 2025-26 എന്ന് വെച്ചാൽ 6.5. ഓക്കെ, അപ്പൊ ഇത് എന്തോ ഒരു പ്രശ്നം പറ്റി. ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ് എൻകൗണ്ടർ ചെയ്യുന്നത്. ഓക്കെ, എന്താണ് എന്നിട്ട് അതിനടുത്ത ഇതിലേക്ക് പോകുമ്പം വേൾഡ് ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? വാഷിംഗ്ടൺ DC. വേൾഡ് ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? വാഷിംഗ്ടൺ DC. വേൾഡ് ബാങ്കിന്റെ ചീഫ്, വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റ് ആണ് വേൾഡ് ബാങ്കിന്റെ ചീഫ് എന്ന് പറയുന്നത് അജയ് ബംഗയാണ്. അജയ് ബംഗ ഇസ് ദ പ്രസിഡന്റ് ഓഫ് വേൾഡ് ബാങ്ക്. വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റ് അജയ് ബംഗ. വേൾഡ് ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വാഷിംഗ്ടൺ DC.
പിന്നീട് നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോ വേൾഡ് പേജ് ആണ്. വേൾഡ് പേജില് അമേരിക്കയും ചൈനയും തമ്മിലൊരു വ്യാപാര കരാറൊക്കെ ആയിട്ടുണ്ട്. ചൈനീസ് പ്രൊഡക്ട്സിന് 55% ടാക്സ് US ഏർപ്പെടുത്തും എന്നും പറഞ്ഞൊരു പുതിയ വ്യാപാര കരാറായിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. അതിൽ വേറൊന്നും പറയാനില്ല. പിന്നെ ഇസ്രായേലില് ബെഞ്ചമിൻ നെതന്യാഹു ഗവൺമെന്റിനെതിരെ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ പോകുന്ന അവിടുത്തെ പ്രതിപക്ഷം. ബെഞ്ചമിൻ നെതന്യാഹു ഇസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇസ്രായേൽ ആൻഡ് ഇസ്രായേലിന്റെ പാർലമെന്റിന്റെ പേര് ഇവിടെ ഉണ്ട്. അത് പഠിച്ചു വെച്ചാണ്. ഇസ്രായേൽ ഇതൊരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇസ്രായേലിന്റെ പാർലമെന്റിന്റെ പേര് നെസറ്റ്, KNESSET. ഇസ്രായേൽ പാർലമെന്റിന്റെ പേരാണ് നെസറ്റ് എന്ന്, KNESSET. പിന്നെ ഇത്രയേ ഉള്ളൂ ആ പേജില്. അതിനടുത്ത പേജില് സ്പോർട്സ് പേജ് ആണ്. സ്പോർട്സ് പേജില് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് നടന്നുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ദിവസം. വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ്, വേൾഡ് ടെസ്റ്റ് T20 ചാമ്പ്യൻഷിപ്പ് ഉണ്ട്. അതിലിപ്പോ ഇന്ത്യയാണ് T20 ചാമ്പ്യന്മാരെ, അറിയാലോ നിങ്ങൾക്ക്. ഇന്ത്യ അത് വിൻ ചെയ്തു. വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് WTC ഫൈനലീസ് കണ്ടിന്യൂയിങ് ഇൻ ലോർഡ്സ്, ഇംഗ്ലണ്ടിലെ ലോർഡ്സിലാണ് എന്റെ ഫൈനൽ എന്ന് പറയുന്നത്. ദ ഫൈനലീസ് ബിറ്റ്വീൻ ടു ക്രിക്കറ്റിംഗ് പവേഴ്സ്. ദേ ആർ ഓസ്ട്രേലിയ ആൻഡ് സൗത്ത് ആഫ്രിക്ക. പിന്നെ അതിനടുത്ത പേജിൽ പോകുമ്പോ ഇല്ല, അവിടെ ഒന്നും പറയാനൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ. അപ്പൊ അടുത്ത നാളെ ഡിസ്കസ് ചെയ്യാം.